ഡോക്ടർ കലാമിൻ്റെ മിക്ക പ്രസംഗങ്ങളും സംവാദങ്ങളും അവസാനിച്ചിരുന്നത് താൻ അഭിസംബോധന ചെയ്യുന്ന വിഭാഗത്തെ പ്രചോദിപ്പിക്കാനും കർമ്മോത്സുകരാക്കാനുമുള്ള പ്രതിജ്ഞകളോടെയായിരുന്നു. അധ്യാപകർക്കുള്ള പ്രതിജ്ഞ. പ്രഥമവും പ്രധാനവുമായി ഞാൻ അധ്യാപനത്തെ സ്നേഹിക്കുന്നു. അധ്യാപനം എൻ്റെ ആത്മാവായിരിക്കും. വെറും വിദ്യാർത്ഥികളെയല്ല, മറിച്ച് ഭൂമിക്കടിയിലും ഭൂമിക്ക് മുകളിലുമുള്ള ഏറ്റവും ശക്തിയുള്ള വിഭവസ്രോതസ്സായ ജ്വലിക്കുന്ന യുവാക്കളെ രൂപപ്പെടുത്തുന്നതിനാണ് ഉത്തരവാദിത്തമുള്ളത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അധ്യാപനമെന്ന മഹത്തായ ദർശനത്തിന് ഞാൻ പൂർണ്ണമായും സമർപ്പിത ചേതസ്സായിരിക്കും. ഞാനൊരു മികച്ച അധ്യാപകനായിത്തീരാൻ സ്വയം കണക്കാക്കും. ശരാശരി വിദ്യാർത്ഥിയെ എൻ്റെ സവിശേഷ അധ്യാപനത്തിലൂടെ മികച്ച പ്രകടനത്തിനായി ഉയർത്തും. വിദ്യാർത്ഥികളുമായുള്ള എൻ്റെ എല്ലാ പ്രവൃത്തികളും കരുണാപൂർണവും അമ്മയുടെയോ സഹോദരിയുടെയോ അച്ഛൻ്റെയോ സഹോദരൻ്റെയോ പോലെ വാത്സല്യം നിറഞ്ഞതുമായിരിക്കും. എൻ്റെ ജീവിതം തന്നെ എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഒരു സന്ദേശമാണെന്ന തരത്തിൽ എൻ്റെ ജീവിതം ക്രമീകരിക്കുകയും കരുപ്പിടിപ്പിക്കുകയും ചെയ്യും. ചോദ്യങ്ങൾ ചോദിച്ച് അന്വേഷണ മനോഭാവം വളർത്താനും എൻ്റെ വിദ്യാർത്ഥികളെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. അതിലൂടെ അവർ സർഗധനരും വിവേകശാലികളുമായ പൗരന്മാരായി വിടർന്ന് പരിലസിക്കും. ഞാൻ എല്ലാ വിദ്യാർത്ഥികളോടും തുല്യനിലയിൽ പെരുമാറും. മതം, ജാതി, ഭാഷ എന്നിവയുടെ പേരിൽ ഒരു വിവേചനത്തെയും പിന്തുണയ്ക്കുകയില്ല. അധ്യാപനത്തിലെ പാഠവും ഞാൻ നിരന്തരം വികസിപ്പിക്കുകയും അങ്ങനെ എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യാൻ എനിക്ക് കഴിയും. എൻ്റെ വിദ്യാർത്ഥികളുടെ വിജയം ഞാൻ അത്യുത്സാഹത്തോടെ ആഘോഷിക്കും. അധ്യാപകൻ എന്ന നിലയിൽ എല്ലാ ദേശീയ വികസന സംരംഭങ്ങൾക്കും ഒരു മുഖ്യ പങ്ക് സൃഷ്ടിക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ മനസ്സ് മഹത് ചിന്തകൾ കൊണ്ട് നിറയ്ക്കുകയും ചിന്തയിലും പ്രവൃത്തിയിലും വൈശിഷ്ട്യം വ്യാപിപ്പിക്കുകയും ചെയ്യും.